എല്ലാരും മതിലാടി പൊക്കത്തേക്ക് കയറുക. ചിക്കന് 4 പൗണ്ട് നിരങ്ങി പൗണ്ട്. അവർ രണ്ടുപേരും കൂടെ കൂട്ടിയിടിച്ച് പുള്ളിക്കാരൻ താഴെ വീണം. നല്ല മഴയാണ്. ഷവർമ ചിക്കൻ ഉണ്ട്. അവിടെ ഫുള്ള് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചേക്ക്. ആരെയും അങ്ങോട്ട് കയറ്റി വിടുന്നില്ല. നിറച്ച് പോലീസാണ്. ഞാനാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഈ ഒരു റിങ് വാങ്ങിയാണ്. കമ്പി കൊണ്ടുള്ള ഗേറ്റ് ആണ് വെച്ചേക്കണത്. അപ്പൊ നമ്മളിങ്ങനെ മടുത്തിട്ട് ഇങ്ങനെ റോഡിൽ ഇങ്ങനെ നിരന്നിരിക്കുക. ഒരു മതിലൊക്കെ ഓടിച്ചാടി എല്ലാവരും അകത്തേക്ക് കയറാൻ നോക്കുക. എല്ലാവരും ഈ ഒരു വഴിയെ കയറി വരാൻ വേണ്ടിയുള്ളത്. അവിടെ നിന്നൊക്കെ ചാടുന്നുണ്ട് ആൾക്കാര്. 11:57 ബബിള് വിടുന്നു. താഴത്തേക്ക് ഇറങ്ങിയ ആൾക്കാരെല്ലാം മേളിലേക്ക് കയറാൻ. ഹായ് ഹലോ ഞാൻ ജിജോ. എല്ലാവർക്കും ട്രാവൽ റെക്കോർഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം അടുത്തൊരു ഡേയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. നമ്മൾ ലണ്ടനിലാണ് ഇപ്പോൾ ഉള്ളത്. ലണ്ടനിൽ അപ്പം ഇന്ന് ന്യൂ ഇയർ ആണ്. അപ്പം ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ലണ്ടനിൽ വന്നതാണ് അല്ലേ ശരിക്കും. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നമ്മൾ പഴയ റൂമിൽ നിന്ന് ചെക്കൗട്ടായി. ഇനിയിപ്പോൾ നമ്മൾ പുതിയ വീട്ടിലേക്ക് പോകാൻ പോവാണല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ബാഗും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്ത് വണ്ടി നമ്മുടെ അടുത്ത് ഇന്നലെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകണം. അവിടെ 3 മണിക്കാണ് ചെക്കിങ്ങിന്. നമ്മൾ അവിടെ ചെന്ന് കുറച്ച് അവിടെ എവിടെയെങ്കിലുമൊക്കെ കറങ്ങാം. നമുക്ക് നേരെ റൂമിൽ പോയി ബാഗും വെച്ച് രാത്രിയാകുമ്പോൾ 4 മണി 5 മണി ടൈം ആകുമ്പോൾ നമ്മൾ ലണ്ടനിലേക്ക് ഇറങ്ങും. അവിടെ പോയി ജസ്റ്റ് പ്ലേസ് ഒക്കെ പിടിച്ചു വെക്കണം. അവിടെ ഭയങ്കര തിരക്ക്. ഇന്നലെ ഞങ്ങൾ പോയപ്പം മുടിഞ്ഞ തിരക്കെന്ന് പറഞ്ഞാൽ മുടിഞ്ഞ തിരക്ക്. എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര തിരക്കാണ് ഇപ്പം അല്ലേ. വിന്റർ വണ്ടർലയിൽ കയറിയിട്ട് ശ്വാസം വിടാൻ സ്ഥലമില്ല. അവിടെ ശബ്ദവും ആൾക്കാരും തിരക്കും എല്ലാം കൂടി മൊത്തത്തിലൊരു വല്ലാത്ത അവിടെ നിങ്ങൾ ഇറങ്ങി ഓടിയാതെന്നായി പോയി അവസാനം. സ്ട്രീറ്റിലും അത് തന്നെയായിരുന്നു അവസ്ഥ. ഫുൾ ആൾക്കാരായിരുന്നു. ഒട്ടും രക്ഷയില്ലായിരുന്നു. കാലുകുത്താൻ സ്ഥലമില്ലാത്ത അവസ്ഥ പോലെയായിരുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു. രസമായിരുന്നു. പക്ഷെ ആ ഒരു വൈബ് ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിൽ മാത്രമേ ഇവിടെ കിട്ടത്തുള്ളൂ ലണ്ടനിൽ. പലയിടത്തുനിന്ന് ആൾക്കാർ വരുമല്ലോ. അപ്പോൾ ഞങ്ങളെപ്പോലെ പലയിടത്തുനിന്ന് ആൾക്കാർ വന്നവരുണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് നേരെ ഞങ്ങളുടെ അടുത്ത ഒരു അക്കോമഡേഷൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടെ പോയിട്ട് വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ നല്ല ഫൈനുകളാണ് അടിച്ച് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത റൂം എന്ന് പറയുന്നത്. ഓയോ ന്യൂ ഡോം ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഹോട്ടലിലെ പണി എന്തോ നടക്കുവാണ്. അത് കാരണം നമുക്ക് സൈഡിൽ ഇവിടെ ആയിട്ടൊരു എൻട്രൻസ് ഉണ്ട്. ഇതിലാണ് നമുക്ക് കയറി പോകേണ്ടത്. ഇതിലേ നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ റൂം പറഞ്ഞത് 2nd ഫ്ലോറിലാണ്. ഇവിടെ ഒരു കുഞ്ഞി കോറിഡോർ ഉണ്ട്. അതിലേക്ക് കയറി നമുക്ക് റൂമിലേക്ക് പോവാം. ഒരു കുഞ്ഞു റൂമാണ്, പക്ഷേ കൊള്ളാം, അടിപൊളിയാണ്. ഇത് 1st ഫ്ലോർ ആണ്. ഇവിടെയും ഒരുപാട് റൂമുകളുണ്ട്. അങ്ങോട്ടേക്ക് ഒരുപാട് റൂമുകളുണ്ട്. നമ്മുടെ 2nd ആണ്. നമ്മൾ മേലേക്ക് പോവാം. നമ്മുടെ റൂം നമ്പർ 23 ആണ്. നമുക്ക് പിൻ നമ്പറൊക്കെ തന്നിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് നമുക്ക് അകത്തേക്ക് കയറാം. ഇതാണ് നമ്മുടെ റൂം എന്ന് പറയുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു ഫ്രിഡ്ജുണ്ട്, ഒരു വാഷ് ഏരിയ ഉണ്ട്, ഒരു മൈക്രോവേവ് ഉണ്ട്, പിന്നെ കുറേ പാത്രങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. സൈഡിലായിട്ട് ഒരു ബെഡുണ്ട്. ഇവിടെ ഒരു മിററുണ്ട്, ടോയ്ലറ്റ് ഉണ്ട് ഉണ്ടല്ലേ. ഇവിടെ നമുക്ക് നേരെ കൊമോഡുണ്ട്. പിന്നെ ഇവിടെ കുഞ്ഞൊരു എന്താ പറയുക, ബാത്ത് ടബ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞി ബാത്റൂം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു മിററും ഒരു വാഷ് ബേസിനും. ഇത്രയാണ് ബാത്റൂമിലുള്ളത്. പിന്നെ ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വ്യൂ. ഇവിടെ നിന്നാൽ നമുക്ക് ആ ഒരു ഷാഡ് കാണാൻ പറ്റും. ലണ്ടനിലെ ഏറ്റവും ടോപ്പ് ബിൽഡിംഗ് ആണ് ആ കാണുന്നത്. നല്ല ഹൈറ്റുള്ള ബിൽഡിംഗ്. അതിന്റെ പൊക്കത്ത് നമുക്ക് എപ്പോഴും ഇങ്ങനെ കളർ മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആണ് നമ്മുടെ റൂമും കാര്യങ്ങളെല്ലാം. വലിയ സെറ്റപ്പ് ഒന്നുമില്ല. ഈ കാണുന്ന ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമ്മളങ്ങനെ പോകുന്ന വഴിയിൽ ഇവിടെ ഒരു ഷവർമ കട ഉണ്ട്. ആ ഒരു ഷവർമ കടയിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. ഇവിടെ റാപ്പിനൊക്കെ ഭയങ്കര വില കുറവാണ്. ഇവിടെ കണ്ടില്ലേ, ചിക്കന് 4 പൗണ്ട്, ചിക്കൻ ഷവർമ റാപ്പിന് 4 പൗണ്ട്. അങ്ങനെ ഒരുപാട് ഫുഡ് ഐറ്റംസിന് ഭയങ്കര വില കുറവാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളിത് ഇവിടെ കയറി ഫുഡ് വാങ്ങി അനുദ അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഷവർമ ചിക്കൻ ഉണ്ട്. ചിക്കനാണ് ഇവിടെ ഷവർമയായിട്ടുള്ളത്. അതേപോലെ തന്നെ മേളിൽ പ്രൈസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. കണ്ടില്ലേ, ഭയങ്കര വില കുറവാണ് ഇവിടെ. ഭയങ്കര ചീപ്പാണ്. ലണ്ടനിൽ 4 പൗണ്ടിലൊക്കെ ഷവർമ അത് അറിയാമല്ലോ. അതെ, ഒരുപാട് സലാഡ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതെല്ലാം മിക്സ് നമ്മുടെ സമൂസ ഉണ്ട്. അപ്പം അതൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. അനു, എങ്ങനെയുണ്ട് ഷവർമ? ഇത്രയും കൂടെ അല്ലേ ഉള്ളു കഴിക്കാത്? എങ്ങനെയുണ്ട് 4 പൗണ്ടിന്റെ ഷവർമ? ലാഭമാണല്ലേ. ഇവിടെ നമ്മൾ പൊട്ടറ്റോ ഫ്രൈസ് ചിപ്സും വാങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് മയോ ഒക്കെ ആഡ് ചെയ്ത് സെറ്റ് ചെയ്ത് തന്നു. അവരപ്പം തന്നെ ചൂടാക്കി തരും. അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇവിടെ കണ്ടില്ലേ, സമൂസ ചൂടാക്കാൻ വേണ്ടി വെച്ചേക്കണം. എല്ലാം ഫ്രോസൺ ആണ്. അതെല്ലാം നമുക്ക് ചൂടാക്കി അപ്പം തരും. അപ്പം എന്തായാലും നമ്മൾ കഴിഞ്ഞിട്ട് നേരെ ലണ്ടനിലേക്ക്. എന്തിനാണ്? ഫയർ വർക്കാണ്. അറിയില്ല, നമുക്ക് പോയി നോക്കാം. വായോ. ഞങ്ങളാണെങ്കിൽ ഫുഡ് കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അന്യായ മഴ. മിക്കവാറും ഇത്തവണത്തെ ന്യൂ ഇയർ മഴയിലായിരിക്കും. കണ്ടില്ലേ, നല്ല മഴയാണ്. ഇപ്പം സമയം 6 മണിയായി. ഇനിയിപ്പോൾ എങ്ങനെയായാലും നമുക്ക് ലണ്ടനിലേക്ക് എത്തണം. അതാണ് നമ്മുടെ ലക്ഷ്യം. പോവാം. ഇപ്പം സമയം 8 മണിയായി. ഞങ്ങളാണെങ്കിൽ ലണ്ടനിലേക്ക് പോകാനുള്ള പരിപാടിയിലായിരുന്നു.
അപ്പോൾ ഞങ്ങളതേ ബസ് ഇവിടെ ഇഷ്ടംപോലെ ബസ് ഇപ്പോൾ വന്ന് നിർത്തിയിട്ടേക്കാം. ഞങ്ങൾ ഈ ഒരു ബസ്സിലായിരുന്നു വന്നത്. അപ്പം ഈ ഒരു ബസ് എല്ലാ ബസ്സുകളും ഇവിടം വരെ ഉള്ളൂ. കാരണം അങ്ങോട്ടേക്ക് ആൾക്കാരുടെ എണ്ണം കൂടുതൽ കാരണം വണ്ടി ഓടിച്ച് പോകാൻ പറ്റത്തില്ലെന്നാണ് ഡ്രൈവർ പറഞ്ഞത്. അതുകൊണ്ട് എല്ലാ ബസ്സുകളും ഇവിടെ ടെർമിനേറ്റ് ആവുകയാണ്. കണ്ടില്ലേ, ആ ക്യൂ നിൽക്കുന്ന മൊത്തം എല്ലാ ബസ്സും ഇവിടെ ടെർമിനേറ്റ് ആയിട്ട് ആൾക്കാർ മൊത്തം ഇവിടെ ഇറങ്ങി ഇവിടുന്ന് നടന്ന ട്യൂബ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അണ്ടർഗ്രൗണ്ട് വേണമെങ്കിൽ നമുക്ക് പിടിച്ചു പോവാം, അല്ലെങ്കിൽ നടന്നു പോകണം. അതാണ് എത്രത്തോളം തിരക്കാണ്. അതുകൊണ്ടാണ് ഈ വണ്ടിയൊന്നും അങ്ങോട്ടേക്ക് പോവാത്തതും അവിടെ നിന്ന് സ്റ്റോപ്പൊന്നും നടത്താത്തതും. ഇനിയിപ്പം ഞങ്ങൾക്കാണെങ്കിൽ 24 മിനിറ്റ് നടക്കാനായിട്ട് ദൂരമുണ്ട് അങ്ങോട്ടേക്ക്. അനുവാണെങ്കിൽ വീട്ടിലേക്കൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവരോടും. ഞങ്ങളിനി നാട്ടിലെ ഹാപ്പി ന്യൂ ഇയർ ആയല്ലോ. അപ്പോൾ ഞങ്ങളാണെങ്കിൽ നേരെ ഇനി അങ്ങോട്ടേക്ക് നടക്കണം. അവിടെ ചെന്നാലും നിൽക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല, കാരണം ആ മാതിരി തിരക്കാണ് അവിടെ മൊത്തവും എന്നാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞത്. എന്തായാലും ഞങ്ങൾ ചുമ്മാ വീട്ടിലിരിക്കണം. അപ്പം എന്തായാലും ചുമ്മാ എന്തേലും ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. അപ്പം എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റിക്കഴിഞ്ഞാൽ കാണും, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ തെണ്ണി തിരിഞ്ഞിട്ട് തിരിച്ച് വൈകുന്നേരം ആകുമ്പം ബസ് കിട്ടിയാൽ വീട്ടിലേക്ക് പോകും. ബസ് വൈകുന്നേരം ട്യൂബ് വൈകുന്നേരം ഉണ്ടെന്നാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. ഐ മീൻ ബസ് വൈകുന്നേരം ഉണ്ട്, 2 മണി 3 മണി ടൈമിലൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ടൈമാവും. ഇവിടെ നിന്നാൽ നമുക്ക് ലണ്ടനായി കാണാൻ പറ്റും. അവിടെയായിട്ട് ക്യാമറയിൽ കാണാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെയായിട്ട് നമുക്ക് ലണ്ടനായി ചെറിയ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. എവിടെയെങ്കിലും പോയിട്ടൊരു സ്പേസ് കണ്ടുപിടിക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് നമ്മുടെ ലണ്ടനായി ഇതേ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഒരു പിങ്ക് കളർ കണ്ടില്ലേ, അതാണ് നമ്മുടെ ലണ്ടനായി. ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ഫുള്ള് പോലീസാണ് ഇവിടെ. 4 വണ്ടികൾ നിറച്ചാണ് ഇവിടെ പോലീസുകൾ ഇങ്ങനെ നിരന്നിരിക്കുന്നത്. എല്ലാത്തിലും നിറച്ച് പോലീസാണ്. പോലീസുകാർക്ക് എന്തായാലും നല്ല പണിയായിരുന്നു. എനിക്ക് നല്ല ട്രാഫിക് ഉണ്ട്, നല്ല ജനമുണ്ട്. എവിടെ നോക്കിയാലും നമുക്ക് ക്രൗഡാണ് ഈ ഒരു ടൈമിലും. ഇവിടെ ആണെങ്കിൽ റോഡ് ഫുള്ള് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചേക്കുവാണ്. ഇങ്ങോട്ടൊന്നും ആക്സസ് ഇല്ല, ആൾക്കാരെ പോലും വിടുന്നില്ല. ടിക്കറ്റ് എടുത്തവർ മാത്രമാണ് അങ്ങോട്ടേക്കൊക്കെ പാസ് ചെയ്ത് വിടുന്നത്. കണ്ടില്ലേ, ഇതേപോലെ ഗേറ്റൊക്കെ വെച്ചിട്ട് ഫുള്ള് ക്ലോസ് ആണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്താൽ മാത്രമാണ് നമുക്ക് അടുത്ത് നിന്നൊക്കെ ഫയർ വർക്ക് കാണാൻ പറ്റത്തുള്ളൂ. അയ്യോ, അന്യായ തിരക്ക് എന്ന് പറഞ്ഞാൽ അന്യായ തിരക്ക്. ഇവിടെ പോലീസുകാർ നിന്നിട്ട് ഇവിടെ സെക്യൂരിറ്റീസൊക്കെ നിന്നിട്ട് ടിക്കറ്റ് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് അകത്തേക്ക് ആൾക്കാരെ കടത്തി വിടുന്നത്. ഇവിടെ എൻട്രിയും അവിടെ എക്സിറ്റൊക്കെയാണ് കാണാൻ പറ്റുന്നത്. അനുവാണെങ്കിൽ എന്തോ പോയി അണ്ണാനെ പോലെ ഇവിടെ ഇപ്പോണ്ട്. എന്ത് ചെയ്യും? എൻട്രി ഇല്ല, അവിടെ ടിക്കറ്റ് എടുത്തവർക്ക് മാത്രമേ ഇങ്ങോട്ടേക്ക് എൻട്രി ഉള്ളൂ. എന്നാ ചെയ്യും? വാ നമുക്ക് നടക്കാം. ബിൽഡിംഗ് കണ്ടാ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഒരു സർക്കുലർ ഷേപ്പിലാണ് ഈ ഒരു ബിൽഡിംഗ് ഫുള്ള് പണിത് വെച്ചേക്കുന്നത്. എന്തായാലും അങ്ങോട്ടേക്ക് നടന്ന് പോയി നോക്കാം. ഇവിടെയും നമ്മൾ വരുമ്പം ഇവിടെയും മറ്റേ ബാരിക്കേഡൊക്കെ വെച്ചിട്ട് ഫുള്ള് കവർ ചെയ്തേക്കാണ്. അങ്ങോട്ടേക്കൊന്നും ആർക്കും ആക്സസ് ഇല്ല. അതെ, ആ കാണുന്നത് നമ്മുടെ ബിഗ് ബെൻ ആണ്. നമ്മുടെ മറ്റേ ക്ലോക്ക് ടവർ അല്ലേ, അതാണ് ആ കാണുന്നത്. ഇവിടെയും നമുക്ക് നിറച്ച ആൾക്കാർ ഇത് ഇങ്ങനെ നിൽപ്പുണ്ട്, കൂടി നിൽപ്പുണ്ട്. ഇവിടെയും പാസ്സൊക്കെ നോക്കിയിട്ട് മാത്രമാണ് എൻട്രി വിടുന്നുള്ളൂ. ഇവിടെ മൊത്തം ക്ലോസ് ചെയ്ത് വെച്ചേക്കുക, കണ്ടില്ലേ? അവിടെ ഫുള്ള് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചേക്കുക, ആരെയും അങ്ങോട്ട് കയറ്റി വിടുന്നില്ല. ചുമ്മാ എങ്ങാനും മറ്റേ ബിരിയാണി കിട്ടിയാലോ. ഇല്ല, കേറ്റത്തില്ല എന്തായാലും. കണ്ടില്ലേ, അട്ടിക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ക്യൂ കയറാൻ വേണ്ടിയിട്ട്. മൊത്തം ഇംഗ്ലീഷുകാരാണ്, വേറെ ആരെയും കാണാൻ പറ്റുന്നില്ല. എല്ലാവരും ഇങ്ങനെ ക്യൂ അങ്ങ് അറ്റം വരെ ഉണ്ട്. അയ്യോ നോക്കി, ഇപ്പം 8 മണി ആവുന്നേ ഉള്ളൂ, 8 മണി കഴിഞ്ഞതേ ഉള്ളൂ. 12 മണിക്കാണ് പരിപാടി. ഇപ്പോഴേ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുക, അങ്ങേ അറ്റം വരെ ഉണ്ട് ക്യൂ. ദേ നമ്മുടെ നാട്ടിലെ പോലത്തെ ആ ബലൂണും കാര്യങ്ങളൊക്കെ, ലൈറ്റഡ് ബലൂണും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. അടിപൊളി. പോലീസുകാർക്കൊക്കെ എന്തായാലും നല്ല പണി ചെയ്യുന്ന ദിവസം. അവരുണ്ടോ സൈക്കിളിലൊക്കെയാണ്, സൈക്കിളിലും ബൈക്കിലും കാറിലും എല്ലാത്തിലും അവർ ഓടി നടക്കുവാണ്. നോക്കിയേ, ഫുള്ള് നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ടാണ് ഈ പോലീസിന്റെ സൈറൻ സൗണ്ട്. ഇഷ്ടം പോലെ. അയ്യോ അയ്യോ, എടാ ക്യൂ അങ്ങ് അറ്റം വരെ ഉണ്ട്. നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ വെടിക്കെട്ട് കാണണം. വെടിക്കെട്ട് കാണാനായിട്ടുള്ള യാത്രയാണ് നമ്മള്. അറിയില്ല, എവിടെയെങ്കിലും ഒരു വഴി ഉണ്ടാവും, നമുക്ക് നോക്കാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാം നമുക്ക്. എടാ ഇത് നടത്താൻ തീരുന്നില്ലല്ലോ. ഇതെന്തോ ഇത് ഒരുപാടുണ്ടല്ലോ. അടുത്ത ജില്ല എത്തിയെന്ന് തോന്നുന്നു നടന്നാണ്. ദൈവമേ, അയ്യോ, അങ്ങനെ അവസാനം കണ്ടില്ല അതിന്റെ. നോക്കി എന്തോരം പേരെ ക്യൂ നിക്കുന്നേ. സന്തോഷായില്ലേ? അതിനിപ്പോ എന്താ, അന്യായ തിരക്കെന്ന് പറഞ്ഞാൽ അന്യായ തിരക്ക്, ഒരു രക്ഷയില്ല.
കാലുകുത്ത സ്ഥലമില്ല. ഒരു മൈലൊക്കെയാണ് ക്യൂ നിൽക്കുന്ന ആൾക്കാർ. അയ്യോ, ഇതെങ്ങനെ എപ്പ കേറുന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അതിനൊക്കെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്തേലും ഐഡിയ? നമുക്ക് കയറാൻ പറ്റത്തില്ല. എന്നാലും ഇവിടെ 8 മണി കഴിഞ്ഞതേ ഉള്ളൂ. ഈ ഒരു ടൈമിൽ തന്നെ ഇത്ര ആൾക്കാർ. ഇനി 4 മണിക്കൂർ കിടക്കുന്നത്. ഈ 4 മണിക്കൂർ ഇവര് ഇനി എപ്പ കയറി എപ്പ കാണാനാ? ഇതേപോലെ എല്ലായിടത്തും കമ്പി കൊണ്ടുള്ള ഗേറ്റ് ആണ് വെച്ചേക്കുന്നത്. ഈ ഒരു ഏരിയ മൊത്തം നമുക്ക് അങ്ങോട്ടൊന്നും അകത്തേക്ക് കയറാൻ പോലും പറ്റത്തില്ല. ഫുള്ള് ഇത് തന്നെയാണ്. ഈ ഒരു ബൗണ്ടറി മൊത്തം ഈ ഒരു കമ്പി വെച്ചിട്ട് അവര് ചുറ്റി വെച്ചേക്കുക. അവിടെയാണെങ്കിലും നിറച്ച് സെക്യൂരിറ്റീസും ഉണ്ട്. സെക്യൂരിറ്റീസും എല്ലാ സൈഡിലും സെക്യൂരിറ്റീസും നിൽപ്പുണ്ട്. അല്ല, അവിടെയൊക്കെ ഇഷ്ടം പോലെ സെക്യൂരിറ്റീസ് നിൽപ്പുണ്ട്. ഫുള്ള് കവേടാ. ഒരു തരത്തിലും നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റത്തില്ല ടിക്കറ്റ് ഇല്ലെങ്കിൽ. ഒരു ടിക്കറ്റിന്റെ പ്രൈസ് പറഞ്ഞാൽ 40 pounds ഒക്കെ. നമ്മുടെ 4000 രൂപയ്ക്കാണ് ഒരു ടിക്കറ്റിന് തന്നെ ഒരാൾക്ക് പ്രൈസ് വരുന്നത്. എന്നാലോചിച്ചാൽ എനിക്ക് എന്തായാലും പൈസ കിട്ടുന്നുണ്ടാവില്ലേ. കോടികളുടെ ബിസിനസ്സാണ്. അയ്യോ, ആ ബ്രിഡ്ജിൽ നോക്കുവാണെങ്കിൽ ഫുള്ള് ബ്രിഡ്ജ് മൊത്തം ആൾക്കാരാണ്. ഇതൊന്നും ഇവിടെ നിന്നാൽ ഫ്രീ ആണെന്ന് തോന്നുന്നു. ഇവിടെ ഫ്രീ ആണ്. ഇവിടം വരെ നിൽക്കാം നമുക്ക്. ഇവിടെ തന്നെ കണ്ട ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇപ്പോൾ ആ ബ്രിഡ്ജിലൊക്കെ നിറച്ച ആൾക്കാരാ. അയ്യോ എൻ്റെ മാതാവേ. നമ്മുടെ ലണ്ടനായി അവിടെ കാണാം. അവിടെ നമുക്ക് ബിഗ് ബെൻ കാണാം. ലണ്ടനായി ബിഗ് ബെന്നും ഓപ്പോസിറ്റ് ആണ്. ഇവിടെ ലണ്ടനായിലാണ്. നമ്മൾ ആ ഒരു ഓപ്പോസിറ്റ് സൈഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നല്ല രീതിയിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു ബ്രിഡ്ജിലൊക്കെ ഉണ്ട് അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ ആൾക്കാരാണ് നിൽക്കുന്നത്. നിറച്ച ആൾക്കാരെന്ന് പറഞ്ഞാൽ നിറച്ച ആൾക്കാർ. എല്ലാവരും ഈ 12 മണിയാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. സമയമാണെങ്കിൽ ഇനിയും 3.5-4 മണിക്കൂർ ഇനിയും കിടക്കുന്നു. എൻ്റെ പൊന്നടാവേ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ടിരുന്ന് കാണാം. ഇവിടെ അപ്പുറത്തെങ്ങനെ നിന്നാൽ മതി. ഇവിടെ നമുക്ക് കാണാമല്ലോ. ഇവിടെ എവിടെയെങ്കിലും നിന്നാൽ മതി ബ്രിഡ്ജിൽ. ആൾക്കാർ മൊത്തം റെഡി ആയിട്ടിരിക്കുക. റോഡ് എല്ലാം ക്ലോസ് ചെയ്തേക്കാണ്. ഈ റോഡിലൂടെ ഒന്നും വണ്ടികൾക്ക് പോകാൻ പറ്റത്തില്ല. എല്ലാം ക്ലോസ് ചെയ്ത് ഇപ്പം ആൾക്കാർ മൊത്തം സെൻട്രിൽ കൂടെ നടക്കണുണ്ടോ? എനിക്ക് എൻ്റെ പൊന്നെ, ഇതൊരു സംഭവം തന്നെയല്ലേ. ബ്രിഡ്ജിന്റെ 2 സൈഡിലും ആൾക്കാർ നിറഞ്ഞിരിക്കുക. ആ ഒരു മറ്റേ റെയിലില്ലേ, ആ റെയിലിൽ മൊത്തം ആൾക്കാർ കയറിയിരിക്കുകയാണ്. ഇവിടെ ഇതൊക്കെ തന്നെ കാഴ്ച. എനിക്ക് ഈ പാലത്തെ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാവും അല്ലേ. അയ്യോ, ഒരു കൂട്ടം പോലീസ് അടുക്ക നിൽപ്പുണ്ട്. എനിക്ക് എന്തോരം പോലീസുകാർക്ക് എല്ലാം ഡ്യൂട്ടി ഉണ്ടാവും. ഇവർക്കെല്ലാം ഡബിൾ പേയ്മെന്റ് ആയിരിക്കും അല്ലേ പോലീസുകാർക്കൊക്കെ. ഈ ഒരു ടേംസ് നദിയിലൂടെ ആണെങ്കിലും പോലീസുകാരൊക്കെ ബോട്ടൊക്കെ ഓടിച്ചു പോകുന്നുണ്ട്. ഒരുപാട് ബോട്ടും ഇതേപോലെയൊക്കെ കറങ്ങി നടപ്പുണ്ട്. അവിടെ ഒരു ബോട്ട് പോകുന്നുണ്ട്. ഇതെല്ലാം പോലീസിൻ്റെ വണ്ടികളാണ്. വേറെ ബോട്ടുകളൊന്നും ഈ ടൈമിൽ ട്രാവല് ഇല്ല. അപ്പം ഇതാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ. നമ്മളങ്ങനെ ആ ഒരു പാലം ക്രോസ് ചെയ്ത് നമ്മൾ ഇപ്പുറത്തേക്ക് വന്നപ്പോഴും ഇവിടെ നിന്നിട്ട് കാണാനുള്ള പരിപാടിയായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ നമുക്ക് ആ പിങ്ക് കളർ കാണുന്നതാണ് ലണ്ടനായി എന്ന് പറയുന്നത്. ഇവിടെയും ബാരിക്കേഡൊക്കെ വെച്ചിട്ട് ഫുള്ള് കവർ ചെയ്തേക്കാണ്. നിറച്ചിഷ്ടം പോലെ പോലീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എല്ലാവരും നിന്നിട്ട് ആ ഒരു ഏരിയ മൊത്തം കവർ ചെയ്തേക്കാം. ആർക്കും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. കൊള്ളാം. ഇത് പോലീസും ഉണ്ട്, സെക്യൂരിറ്റീസ് വേറെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഒരുപാട് പേര്, ഇവിടെയും ഒരുപാട് പേര് ക്യൂ നിൽപ്പുണ്ട്. ഇവിടെയും എൻട്രൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ എൻട്രൻസ് ഉണ്ട്. അവിടെ ഗേറ്റ് തുറക്കാൻ പറ്റും. ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. ഇഷ്ടംപോലെ പോലീസും. ഇവിടെയും ഒരു ക്യൂ ഫോം ചെയ്യുന്നുണ്ട് ആ ഒരു എൻട്രൻസിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. നമ്മളാണെങ്കിൽ നടന്ന് ഈ ഒരു ബ്രിഡ്ജിൻ്റെ ആ റെയിലിൻ്റെ അപ്പുറത്ത് വാക്ക് വേ ഉണ്ട്. അപ്പോൾ അവിടെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഹങ്ങി നിന്നിട്ട് നൈസായിട്ടിരുന്ന് ഒരു ഫയർ വർക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. ഇപ്പോഴാണെങ്കിൽ 8:30 ആയുള്ളൂ. ഒരുപാട് ടൈം ഇനിയും കിടപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് എവിടെയെങ്കിലും പോയി ഒന്ന് കുറച്ച് നേരം ഇരിക്കാം. പിന്നെ തിരക്കാകുമ്പോൾ അങ്ങോട്ടേ വല്ലതും കയറി എവിടെയെങ്കിലുമൊക്കെ കുത്തി കയറാമെന്ന് വിചാരിച്ചല്ലേ. അപ്പോൾ എവിടെയുള്ള ഇത്? എവിടെ സ്ഥലം? അവിടെ ഇത് ഇവിടെ ഏതോ ഒരു സംഭവം. ഇവിടെ വിക്ടോറിയ എന്തോ സംഭവമാണിത്. ഇവിടെ വന്ന് ഞങ്ങൾ ജസ്റ്റ് ഇവിടെ കുറച്ച് നേരം കുത്തിയിരിക്കാന്ന് വിചാരിച്ചു. നല്ല ഹാപ്പി ന്യൂ ഇയർ. ഒരുപാട് നടന്നല്ലേ. ഇതേപോലെ ആംബുലൻസുകൾ നമുക്ക് എല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റും. ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന പോലെ അവർ ഇതേപോലെ ആംബുലൻസൊക്കെ കൊണ്ടുവന്നിട്ടേക്കണം. ഇവിടെ ഉണ്ടായിരുന്നു, ആ ഒരു സ്ഥലത്തുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വന്ന വഴിക്ക് എല്ലായിടത്തും ഇങ്ങനെ ആംബുലൻസ് കിടപ്പുണ്ടായിരുന്നു. അയ്യോ, എത്ര സെക്യൂർ ആയിട്ടല്ല അവരോരോ പരിപാടിയൊക്കെ ഇത് ചെയ്യുന്നത്. നല്ല തിരക്കെന്ന് വെച്ചാൽ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുക, നിറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ ഈ ബ്രിഡ്ജ് സെൻറ്റർ മൊത്തം നേരത്തെ നമുക്ക് നടന്ന് പോകാനൊക്കെ പറ്റുമായിരുന്നു. ആ ബ്രിഡ്ജ് സെൻറ്ററിൽ കൂടെയൊക്കെ ഇപ്പം നടുക്കും ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ നിറഞ്ഞിട്ട് ഇങ്ങനെ ആൾക്കാരിങ്ങനെ ദുരിതര ഒരു ഒഴുക്കാണ്. അയ്യോ, അതൊരു ഓളം തന്നെ കേട്ടോ. ഞങ്ങളാണെങ്കിൽ സമയം പോകാൻ വേണ്ടി ചുമ്മാ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പം ഇവിടെ അടുത്തൊരു സെയിൻസ്ബറി ലോക്കൽ ഉണ്ടായിരുന്നു. അവിടെ കയറിയിട്ട് ഞങ്ങൾ കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങി. നമ്മളെന്താ വാങ്ങിയത്?
നമ്മള് ഗുലാബ് ജാമുൻ കാണിച്ച്. നഷ്ടമായത്. ആ ഗുലാബ് ജാമുൻ വാങ്ങി 4.5 പൗണ്ട് അല്ലേ. പിന്നെ നമ്മള് ഒരു കേക്ക് വാങ്ങി. ഇത് കുറച്ചും കൂടെ ക്രീമി ആയിട്ടുള്ള കേക്ക് അല്ലേ. ചോക്ലേറ്റ് മെൽറ്റിംഗ് മിഡിൽ. നമ്മുടെ മറ്റേതില്ലേ, മറ്റേ ബിസ്ക്കറ്റിന്റെ ആ അതിന്റെ പേരെന്തായിരുന്നു? നടുക്ക് ചോക്ലേറ്റ് ഉണ്ടായിട്ട് ചുറ്റും കുക്കീസ്. ആ നമ്മളൊരു കുഞ്ഞു ബോട്ടില് വൈനും വാങ്ങി. അനുവിന് വൈൻ കുടിച്ച് ആഘോഷിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് വൈനൊന്നും ഇഷ്ടപോലും അല്ല. അപ്പം ഞങ്ങൾ നേരെ തിരിച്ചു പോയിട്ട് അവിടെ എല്ലായിടത്തും സ്പേസ് കണ്ടുപിടിച്ച് കുറച്ച് മധുരമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കാം അല്ലേ. കുറച്ച് മധുരമൊക്കെ കിട്ടിയ ഡാർക്ക് ഫാന്റസി. ആ ഡാർക്ക് ഫാന്റസി അത് തന്നെ. കുറെ അധികം നടന്നു കഴിഞ്ഞപ്പോഴല്ലേ പേര് കിട്ടിയ. ബ്രെയിൻ പ്രോസസ്സിംഗിലായിരുന്നു. അതെ, ബ്രെയിൻ പ്രോസസ്സിംഗിലായിരുന്നു. അവിടെയാണെങ്കിൽ ആ പുള്ളിക്കാരി സൈക്കിളും കൊണ്ട് വന്നതാണ്. പക്ഷേ സൈക്കിളുകാരെ പോലും പോലീസുകാരെ അങ്ങോട്ടേക്ക് വിടുന്നില്ല. മൊത്തത്തിൽ കർഫ്യൂ പോലെയാണ്. കർഫ്യൂ അല്ല, മൊത്തത്തിൽ അടച്ചു കെട്ടി ആൾക്കാർക്ക് നടക്കാൻ മാത്രമുള്ള സ്പേസ്. എനിക്ക് ആ പാലം മൊത്തം നിറഞ്ഞു ഞങ്ങൾ പോയിട്ട് വന്നപ്പോഴത്തേക്കും. ഇനി നമ്മളവിടെ പോയി നിൽക്കും. അതൊക്കെ ആദ്യമേ അവിടെ സീറ്റ് കിട്ടിയപ്പോ ഞാൻ പറഞ്ഞത് ഇത്രണ്ട് വായിക്കാം. എന്നിട്ട് അകത്ത് നല്ല വെടിക്കെട്ടിനായിട്ടാണ് പറയുന്നത്. എന്നിട്ട് വീട്ടില് വല്ല പാർട്ടി പോലെ വിൻഡോയിലൂടെ നോക്കുമ്പോ ഇതും കാണാം. വീട്ടില് പാർട്ടി നടക്കുന്നുണ്ട്, എല്ലാരും എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ വൈബ് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇതിപ്പോ എന്താ എല്ലാരും ആ കൂട്ടത്തിൽ എനിക്ക് നോക്കുമ്പോ തന്നെ പേടിയാവും. എന്ത് കാര്യം എന്ത്? അല്ല ഇതൊരു വൈബല്ലേ, എല്ലാരും കൂടെ കൂട്ടം നിന്ന് സൂചി കയറാനുള്ള ഇട അതിനകത്തില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ തനിക്ക് വൈബ് ഇഷ്ടപ്പെടുന്നില്ല, ഓക്കെ ഫൈൻ. താൻ ആ ഫയർ വർക്ക് കഴിഞ്ഞിട്ട് താൻ പറയണം ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത്. ഓക്കെ കാണാൻ പറ്റിയാലല്ലേ. കാണാൻ പറ്റാതിരിക്കാൻ എന്തുവാ? കാണാൻ പറ്റാതല്ല, ഈ വൈബ് ആസ്വദിക്കാൻ തനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് ലാസ്റ്റ് പറയണം. ഓക്കെ അല്ലേ? അങ്ങനെ ഇപ്പൊ 10 മണിയായി. ദേഹം നോക്കിയേ, നമ്മള് നേരത്തെ നിന്നടുത്ത് ഒറ്റ കുഞ്ഞില്ലായിരുന്നു. ആൾക്കാരൊക്കെ ഇവിടെയൊക്കെ കുറവായിരുന്നു. പക്ഷെ എന്നാലും ഇപ്പം ഇവിടെ നിറച്ചു ആൾക്കാരായി. ഈ ഒരു സർക്കിൾ റൗണ്ട് ബോട്ടിൽ മൊത്തം ആൾക്കാർ കുത്തിയിരിപ്പായി. ഇവിടെ ഇപ്പോഴും ആൾക്കാരെല്ലാം വന്നോണ്ടിരിക്കും. ഇവിടെ പുതിയ ബാരിക്കേഡ് വെച്ച് തുടങ്ങി. സെൻട്രലായിട്ട് മൊത്തം ആൾക്കാരുടെ ബഹളം എന്ന് വെച്ചാൽ ആൾക്കാരുടെ ബഹളം തന്നെയാണ് മൊത്തം. കുട്ടികളെയും കൊണ്ടും ആ ഒരു സ്ട്രോളറൊക്കെ വെച്ച് തള്ളിയും, അതേപോലെ തന്നെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരും, അങ്ങനെ ഒരുപാട് പേര്. അങ്ങനെ ഏജ് എന്ന് പറഞ്ഞിട്ട് സംഭവം ഒരു ഫാക്ടറി അല്ലാത്ത രീതിയിലാണ് ആൾക്കാർ ഇവിടെ വന്നു പോകുന്നത്. ഭയങ്കര ഒരു ആഘോഷമായിട്ടാണ് ഇവിടെ എല്ലാവരും തന്നെ ഈ ഒരു ന്യൂ ഇയർ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ ഒരു അറ്റം തൊട്ട് ആ ഒരു അറ്റം വരെ ബ്രിഡ്ജിൻ്റെ അകത്ത് ഫുൾ ആൾക്കാർ. ഇപ്പോഴാണെങ്കിലും ആൾക്കാരെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി കഴിയുമ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ എല്ലാവരും ഡാൻസും പാട്ടൊക്കെ ഇട്ട് അടിപൊളിയായിരിക്കും. അതിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഇനിയും ഒരു 2 മണിക്കൂർ. ഇപ്പോൾ 10 മണിയായി. അറൗണ്ട് ഒരു 11:45 ഒക്കെ ആകുമ്പം പരിപാടി എല്ലാം സെറ്റ് ആവുമെന്നാണ് വിചാരിക്കുന്നത്. ഇതേപോലുള്ള സംഭവമൊക്കെ നമുക്കിവിടെ സെയിലിന് വേണ്ടിയിട്ടുണ്ട്. വേണ്ടല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന പോലെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട്. ഫുള്ളൊരു കളർഫുൾ മൂഡാണ്. ഞാനാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഈ ഒരു റിങ് വാങ്ങി അനുവിന് വേണ്ടിയിട്ട്. അനു എങ്ങനെയുണ്ട്? കാണാൻ മേലല്ലേ? കണ്ണാടി നോക്കിയത് ഇവിടെ. എങ്ങനെയുണ്ട്? മറ്റേ നമുക്ക് തിരുപ്പട്ടെല്ലാം പട്ടം കൊടുക്കത്തില്ല. പട്ടം കിട്ടി. ന്യൂ ഇയറിനൊരു പട്ടം കിട്ടി. വാ, കൊള്ളാം അല്ലേ? എല്ലാവരും മിക്കവാറും തലയിലുണ്ട്. 5 പൗണ്ട്സ് ആണ് ഇതിന് വന്നത്. പറ്റിക്കലാണ് സത്യം പറഞ്ഞാല്. 5 പൗണ്ട്സിന് പിന്നെ ഇതൊരു ഓളം അല്ലേ, ന്യൂ ഇയറിന്റെ ഒരു ഓളം. ഇവിടെ നമുക്ക് ബട്ടണൊക്കെ ഉണ്ട്. ഈ ബട്ടണിൽ നെക്കി കഴിഞ്ഞാൽ ഓഫ് ആവും. അതേപോലെ നെക്കി കഴിഞ്ഞാൽ തിരിച്ച് ഇത് വരും. പിന്നെ ഇതും മാറ്റാം അല്ലേ, സ്പീഡും കൺട്രോൾ ചെയ്യാൻ പറ്റും. മിന്നിക്കൊണ്ടിരിക്കട്ടെ വെച്ചു. കൊള്ളാം, കളർഫുൾ ആയിട്ടുണ്ട്. ന്യൂ ഇയർ ആയിട്ട് കളർഫുൾ തലയായിട്ട് അനു. പിന്നെ എല്ലാരും നോക്കട്ടെ, അതിനല്ലേ വാങ്ങി വെച്ചത്. ശരിക്കും തോന്നത്തില്ലല്ലോ എന്റെ തലയിലിരിക്കുന്നത്. അങ്ങനെ അവസാനം അടുത്ത് ഞങ്ങൾ ഇരുന്ന് ഇവിടെ റോഡിന്റെ സൈഡിൽ ഇരിക്കാൻ തുടങ്ങി. എന്റെ ദൈവം എന്തോരം മണിക്കൂറായിരുന്നു നിൽക്കാൻ തുടങ്ങിയിട്ട്. അതെ, നമ്മളാണെങ്കിൽ ഫുള്ള് ആൾക്കാരാട്ടോ. ഫുള്ളെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ആൾക്കാരെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇവിടെ ഇങ്ങനെ അപ്പൊ ടിക്കറ്റ് എടുത്ത് വന്നവരുടെ എണ്ണം ആ ക്യൂ നമ്മൾ കണ്ടത് ഇതിലും കൂടുതലുണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ മടുത്തിട്ട് ഇങ്ങനെ റോഡിൽ ഇങ്ങനെ നിരന്നിരിക്കുക. എല്ലാവരും ഇങ്ങനെ സൈഡിലൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. കണ്ടില്ലേ? നേരത്തെ നമ്മൾ ആ ഒരു സ്ഥലത്തൊന്നും ഒറ്റ കുഞ്ഞില്ലായിരുന്നു. ഇപ്പം ആ ഒരു റൗണ്ട് ബോട്ടിൻ്റെ നടുക്കൊക്കെ നിറച്ച ആൾക്കാർ ഇങ്ങനെ കയറി. ആ റൗണ്ട് ബോട്ടും ഫില്ലാവാറായി. അവിടെ ആ ബ്രിഡ്ജ് പിന്നെ നേരത്തെ ഫില്ലായിരുന്നു. കണ്ടില്ലേ? അവിടെ ആ സൈഡിലെല്ലാം നിരന്ന ആൾക്കാർ ഇരിക്കുക. ഇവിടെ നമ്മുടെ ബാക്കിലും ആൾക്കാർ ഇങ്ങനെ നിരന്നിരിക്കുക ഭിത്തിയോട് ചേർന്നൊക്കെ. ബ്ലൂ ആയി. ഇവിടെ ഇരുന്നാൽ നമുക്ക് ആ ലണ്ടനായി കാണാൻ പറ്റും. ആ മര ഷെയ്ഡുള്ള കാരണം നമുക്ക് അങ്ങനെ ഫയർ വർക്ക്
കാണാൻ പാടായിരിക്കും. പക്ഷെ നമ്മൾ തുടങ്ങുമ്പം അങ്ങോട്ടേക്ക് പോകാനാണ് പാട്. പ്ലാൻ പക്ഷെ മൊത്തത്തിൽ തിരക്കാണ്. അറിയില്ല, നമ്മുടെ ഒരു കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തുറന്നു കയറും അല്ലേ. ഈ തലയിൽ സാധനം വെച്ചിട്ട് ഈ ഫ്രെയിമിൽ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. സീരിയസ് ആയിട്ട് ആ ലൈറ്റൊക്കെ കത്തറ കൊണ്ടിട്ട് ന്യൂ ഇയർ വൈബിലാണോ? ഓ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. താങ്ക്സ്. ഇവിടെ ഈ സൈക്കിള് എല്ലാരും കൂടെ വന്നിട്ടേ അവർ രണ്ടുപേരും കൂടെ കൂട്ടിയിടിച്ച് പുള്ളിക്കാരൻ താഴെ വീണു. അപ്പൊ എല്ലാരും കൂടെ നല്ല കൂവലായി, ഓളായിട്ട് കളിയാക്കിയതല്ല, ജസ്റ്റ് അവനെ ഒന്ന് എൻകറേജ് ചെയ്തത്. ഇവിടെ മേളിലാണെങ്കിൽ ഒരു ഹെലികോപ്റ്റർ ഫുള്ള് കുറെ നേരമായിട്ട് 2-3 ഹെലികോപ്റ്റർ ഉണ്ട്. അതിങ്ങനെ ഒരുപാട് നേരമായിട്ട് ഇങ്ങനെ ചുറ്റി നടന്നുകൊണ്ടിരിക്കുക. സേഫ്റ്റി ഇഷ്യൂസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് തോന്നുന്നത്. ഫുള്ളിങ്ങനെ കറങ്ങി നടങ്ങിക്കൊണ്ടിരിക്കുക ഈ ഒരു ഏരിയ ഫുള്ള്. ഇത് കണ്ട ആ ഒരു മതിലൊക്കെ ഓടിച്ചാടി എല്ലാവരും അകത്തേക്ക് കയറാൻ നോക്കുക. നോക്കി നമ്മളിവിടെ കേറാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുവാണ്. അല്ല ഇനിയിപ്പോ ഇതിന്റെ പക്കത്തെ ആൾക്കാരെന്ന് അറിഞ്ഞല്ലോ. ഞങ്ങളെല്ലാവരും ഇവിടെ കയറാൻ വേണ്ടി നിൽക്കാം. എല്ലാരും മതിലാടി പൊക്കത്തേക്ക് കയറുക. അടിപൊളി. എല്ലാരും നിറങ്ങി അഡ്വഞ്ചറസ് ന്യൂ ഇയർ ആണ് കേട്ടോ അനിമ. അതെ ചവിട്ട് എല്ലാവരും ഈ ഒരു വഴിയെ കയറി വരാൻ വേണ്ടിയുള്ളത്. അവിടെ നിന്നൊക്കെ ചാടുന്നുണ്ട് ആൾക്കാർ. എല്ലാവരും ഈ ഒരു വഴിയെ കയറി വരാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. നമ്മളെങ്ങനെ ഇവിടെ പൊക്കത്തെത്തി. ഇല്ല അതെ, നാട്ടിൽ വെച്ച് മതിലാട്ടൊക്കെ പഠിച്ച ഉപകാരമായില്ലേ. അതെ, അങ്ങനെ നമ്മൾ ആ ഒരു ആരോ വന്നിട്ട് ആ ഒരു ഗേറ്റും കാര്യങ്ങളൊക്കെ അവിടെ പൊളിച്ചതാണ്. അങ്ങനെ പിന്നെ നമ്മൾ ഇതിലേക്ക് കയറി വരിക ചെയ്തത്. അപ്പൊ എന്നെ ഇറക്കാൻ വേണ്ടിട്ട് കഷ്ടപ്പെടും എല്ലാരും കൂടെ. ഒരു എൻജോയ്മെന്റ് ആട്ടോ, അടിപൊളിയാണ് എല്ലാരും കൂടെ. നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഇവിടെ കണ്ടില്ലേ നമ്മുടെ ആ ബ്ലൂ കാണുന്നതാണ് നമ്മുടെ ലണ്ടൻ ഐ എന്ന് പറയുന്നത്. ഇവിടെ ഈ പാലത്തിൽ നിറച്ച ആൾക്കാരാണല്ലോ, അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒക്കെ അറിയാണ്ടൊക്കെ താഴത്ത് വീണ് കഴിഞ്ഞാൽ അതിനൊരു സേഫ്റ്റി എന്നുള്ള രീതിയിലാണ് ഈ പോലീസുകാരെല്ലാം ഈ ഒരു ബോട്ടിൽ പെട്രോളിങ് ഈ ഒരു തേംസ് നദിയിൽ നടത്തുന്നത്. ഒരുപാട് പോലീസുകാരുണ്ട് ഈ കുഞ്ഞു കുഞ്ഞു ബോട്ടിലായിട്ടും. കാരണം സേഫ്റ്റി ആണല്ലോ മെയിൻ. സേഫ്റ്റിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രാജ്യമാണ് UK എന്ന് പറയുന്നത്. 11:57 ഇനി 3 മിനിറ്റ് കൂടെ ബാക്കിയുള്ളൂ. ഡ്രോൺ കണ്ടോ മേളില്? അതിപ്പോ നമ്മൾക്ക് ഡ്രോണാണ് മൊത്തം പോകുന്നത്. ഡ്രോണിൽ ഇനി നമുക്ക് അവിടെ ആ സ്കൈല് മൊത്തം നമുക്ക് റൈറ്റിങ്സും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ലണ്ടൻ, മേയർ ലണ്ടൻ. ബബിള് വിടുന്നു, ബബിള് ഊതണ ഒരു കുട്ടി. അടിപൊളി സാധനല്ലേ? അടിപൊളി. ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങിയ ആൾക്കാരെല്ലാം മേളിലേക്ക് കയറാൻ വേണ്ടിയുള്ള കൊതിച്ച് പാച്ചിലാണ്. നോക്കിയാൽ നിറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ഇങ്ങോട്ട് കയറി ഓടി വരുന്നുണ്ട്. ഷോ എല്ലാം കഴിഞ്ഞ് ഇപ്പതേ ആൾക്കാർ മൊത്തം തിക്കലും തിരക്കലുമായി മേളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അയ്യോ എന്ത് ജനാന്ന് നോക്കിയേ, എന്റെ മാതാവ്. നമ്മൾ ഇതിലാണ് കയറി വന്നത്. ഇപ്പൊ എല്ലാവരും ഇറങ്ങി കൊണ്ടിരിക്കുകയാണ് തിരിച്ച്. അടിപൊളി.
അങ്ങനെ പൂരം എല്ലാം കഴിഞ്ഞ ആൾക്കാരെല്ലാം ദേ വീട്ടിലേക്ക് പോകാനുള്ള തിരക്കത്തിലാണ്. ഇപ്പോഴാണെങ്കിൽ ബസ്സും ട്രെയിനൊന്നും ഇല്ല, കുറച്ചും കൂടെ വെയിറ്റ് ചെയ്ത് ാണ് നമുക്ക് ബസ്സും കാര്യങ്ങളൊക്കെ ഇനി കിട്ടത്തുള്ളൂ എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, ഇനി അവിടെ പോയി നോക്കിയാൽ അറിയാം കാര്യങ്ങളൊക്കെ. അപ്പം എല്ലാവരും ദേ പാലത്തിൻ ബ്രിഡ്ജൊക്കെ എല്ലാവരും ഇറങ്ങി വീട്ടിലേക്ക് പോകാനുള്ള തിരക്കിലാണിപ്പം. ഇനിയിപ്പോൾ വേഗം പോയില്ലെങ്കിൽ ബസ്സും കിട്ടത്തില്ല. പോവാന്നെങ്കിൽ നമുക്ക് ചലിക്കാം. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈം ഇതിന്റെ അത് പിന്നെ ഫസ്റ്റ് ടൈം ആണല്ലോ. ഞാൻ മറ്റേ നമ്മുടെ കൊച്ചിയില് മറ്റെന്താ നടത്തത്തില്ലേ കാർണിവൽ, അതുപോലെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട്. നല്ലൊരു ന്യൂ ഇയർ ആവട്ടെ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞു. അങ്ങനെ ന്യൂ ഇയറിന്റെ സെലിബ്രേഷൻ, ക്രിസ്മസിന്റെ സെലിബ്രേഷൻ എല്ലാം അങ്ങനെ ഒതുങ്ങി. പോലീസുകാരൊക്കെ വണ്ടിയിൽ കയറി ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവാണ്. അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇനിയിപ്പോ ബാക്ക് ടു നോർമൽ ലൈഫ്. പക്ഷെ ഇത്തവണത്തെ ന്യൂ ഇയർ അടിപൊളിയാവട്ടെ അല്ലേ? 2024 നമുക്ക് ഒരുപാട് രാജ്യങ്ങൾ കറങ്ങാൻ പറ്റട്ടെ. ഇപ്പോഴാണെങ്കിൽ സമയം 2:45. ഞങ്ങളാണെങ്കിൽ 12:45 തൊട്ടിട്ട് ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് മടുത്ത്. കാരണം ഒരു വണ്ടി നടത്തുന്നില്ലായിരുന്നു. എത്ര വണ്ടി നമ്മുടെ മുമ്പേ പോയി. കൊറേ ബസ്. എന്നിട്ട് ചില ബസ് ആണെങ്കിൽ നോട്ട് ഇൻ സർവീസ് എന്ന് പറഞ്ഞോണ്ട് പോകും, ചിലത് നിർത്തത്തില്ല. ഫുള്ളെന്ന് പറഞ്ഞാൽ ബസ് ഫുള്ളാണല്ലേ. ഒരാൾക്ക് കേറാം, അത് നിർത്തുന്നില്ല, അത് നിർത്താതെ അങ്ങ് പോകുമായിരുന്നു ബസ്. താഴത്തെ ഫ്ലോറും മേളത്തെ ഫ്ലോറും എല്ലാം ഫുള്ള്. ഞങ്ങൾ അവസാനം മടുത്ത. അനുവൊക്കെ ഒരു പരുവായി. നമ്മള് സാധാരണ റോട്ടിൽ കൂടി പോകുമ്പോ ആൾക്കാരൊക്കെ ഇങ്ങനെ വഴിയിലിരിക്കുമ്പോ നമ്മളത് ഇവിടെ ഇരിക്കുന്നത്. ഇല്ല, ഫുള്ള് വഴിയിൽ തറയിലിരിക്കും. അങ്ങനെ ഫുള്ള് വഴിയിലിരുന്ന് ആകെ പ്രാന്ത് പിടിച്ചിരുന്ന ആകെ ഊബർ നോക്കിയപ്പോൾ നല്ല ചാർജ് 50-60 പൗണ്ടൊക്കെയാണ് കാണിക്കുന്നത് ഊബർ റൈഡിന്. പിന്നെ അവസാനം ഞാൻ തീരുമാനിച്ചെന്നാ പിന്നെ സൈക്കിളിന് വരാം. ലൈമില്ലേ, നമ്മുടെ ലൈം, അത് രജിസ്റ്റർ ചെയ്ത് ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ ഓടിക്കുന്നത്. അങ്ങനെ പിന്നെ ശരിക്കും അത് രണ്ടുപേരെയൊന്നും വെച്ചോണ്ട് ഓടിക്കാൻ പാടില്ല. പിന്നെ അവസാനം ഗതികെട്ട് ആകെ പണ്ടറടങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ. ഈ തണുപ്പും ആകെ വയ്യാണ്ടേ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഈ ഒരു സൈക്കിളും എടുത്തുകൊണ്ട് ഞങ്ങൾ പോകുന്നു. ടോട്ടൽ എനിക്ക് എമൗണ്ട് 8 പൗണ്ട്സ് ആണ് ആയത് സൈക്കിളിന് വന്നപ്പോൾ. കൊള്ളായിരുന്നല്ലേ റൈഡ്? മൊത്തത്തിൽ അഡ്വഞ്ചർ അല്ലേ ന്യൂ ഇയർ? ശരിയാ. അതെ, ഞാൻ എന്നിട്ട് മൊത്തം പ്രാർത്ഥിക്കുമായിരുന്നു പോലീസ് പിടിക്കല്ലേ ദൈവമേ. പിന്നെ പോലീസ് ഇന്നത്തെ ദിവസം വേറെ കാര്യങ്ങളിലെല്ലാം ഭയങ്കര തിരക്കായതുകൊണ്ട് അവര് ചീറിപ്പാഞ്ഞൊക്കെ പോകുന്നുണ്ട്. പക്ഷെ അവർക്ക് അത് ഇതിനേക്കാളും വലുതുള്ളത് കൊണ്ട് അവർ അതിന്റെ തിരക്കിലായതുകൊണ്ട് ശ്രദ്ധിച്ചില്ല. എന്തായാലും അള്ളി പിടിച്ചിരുന്നാണ് പ്രാർത്ഥിച്ചു. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഈ വർഷം ഫുൾ അഡ്വഞ്ചറസ് ആയിരിക്കും മിക്കവാറും. കൊള്ളാം. അപ്പം റൈഡ് ഇഷ്ടപ്പെട്ടല്ലേ? പക്ഷെ ഇത് സ്മൂത്ത് ആണ്. നമുക്ക് ചവിട്ടുമ്പോ തന്നെ പ്രഷർ വരും ആ ഒരു ഇതില്. അപ്പൊ നമുക്ക് പവേർഡ് ആണ് ഇത് ശരിക്കും. അപ്പൊ നമ്മൾ ചവിട്ടുന്നതനുസരിച്ച് പവർ ജനറേറ്റ് ചെയ്ത് വരും. അപ്പൊ ഇതൊക്കെയായിരുന്നു ലണ്ടനിലെ നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷനും കാര്യങ്ങളും. ഇനി നേരെ ബാക്ക് ടു വർക്ക്. ഇപ്പൊ ഒരാഴ്ചയായിട്ട് നമ്മൾ ഇങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു അല്ലെ? കഴിഞ്ഞില്ലേ കറക്കമൊക്കെ? ഇനി നമ്മൾ കുറച്ചാള് പോയി പണിയെടുത്ത് റെസ്റ്റ് ഒക്കെ ചെയ്ത്. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. എന്തായാലും എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ അതുവരെയും ബൈ.